കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറായി UDF-ലെ ഡോക്ടർ ഉദയ സുകുമാരനെ തെരഞ്ഞെടുത്തു. 56 അംഗ കൗൺസിലിൽ 27 UDF അംഗങ്ങളുടെ വോട്ട് നേടി. തങ്കശ്ശേരി ഡിവിഷനിൽ നിന്ന് വിജയിച്ച മുതിർന്ന കോൺഗ്രസ് അംഗമായ ഉദയ സുകുമാരൻ മുൻ മുനിസിപ്പൽ ചെയർമാൻ കരുമാലിൽ സുകുമാരന്റെ ഭാര്യയാണ്. ഷമീർ അബ്ദുള്ളാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ഷമീർ, എന്തായാലും കൊല്ലം നഗരത്തിന് പുതിയ ഭരണം ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ആളുകളെല്ലാം അധികാരമേറ്റിരിക്കുന്നു. മേയറും ഡെപ്യൂട്ടി മേയറും എല്ലാം അധികാരമേറ്റിരിക്കുകയാണ്. ആരൊക്കെയാണ് ഇപ്പോൾ ഈ ഉദയ സുകുമാരന്റെ കാര്യം കൂടുതൽ പറയാം? ഡെപ്യൂട്ടി മേയറായി ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞു. അല്പസമയം മുമ്പാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായത്. ആദ്യഘട്ടത്തിൽ ഒരു UDF കൗൺസിലർ, ആക്കോളിൽ നിന്നുള്ള UDF കൗൺസിലറുടെ വോട്ട് BJPക്ക് പോയതൊഴിച്ചാൽ അബദ്ധം സംഭവിച്ചതാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. അതിനുശേഷം രണ്ടാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ 56 അംഗ കൗൺസിലിൽ 27 UDF കൗൺസിലർമാരുടെ വോട്ട് നേടിയാണ് ഉദയ സുകുമാരൻ, കരുമാലിൽ ഉദയ സുകുമാരൻ ഡെപ്യൂട്ടി മേയറായി ചുമതല ഏറ്റെടുത്ത്. ആദ്യഘട്ടത്തിൽ ലീഗും അതുപോലെ തന്നെ RPയും ഒക്കെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിന് വേണ്ടി വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചെങ്കിലും അവർക്കാർക്കും ആദ്യം ഇത്തരത്തിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം നൽകേണ്ടെന്ന് കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു. അവസാന ഒരു വർഷം RSPക്ക് നൽകാമെന്നൊരു ടേമിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നടപടിയുമായി ഇപ്പോൾ മുസ്ലിം ലീഗും അതുപോലെ RSPയും ഒക്കെ സഹകരിക്കുകയും ഡെപ്യൂട്ടി മേയറായി കരുമാൽ ഉദയ സുകുമാരന് 27 വോട്ട് ലഭിക്കുകയും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകുകയും ചെയ്തത്. അല്പസമയം മുമ്പ് തന്നെ ഡെപ്യൂട്ടി മേയർ അധികാരം ഏൽക്കുകയും ചെയ്തു. സ്വാതി. ശരി ഷമീർ.